കള്ളകൃഷ്ണനായിട്ടുണ്ട്. അപ്പം അവ എഞ്ചാടി അവ വേർത്ത് കുച്ചുട്ടാ. അപ്പോൾ ചാവോ ഞമ്മോ കൃഷ്ണൻ വേഷമൊക്കെ ഇട്ട ആൾ വേർത്തിരിക്കണം. അപ്പോൾ ഉച്ചടൈമരെ നമ്മുടെ A to Z ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എന്താ വന്നിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചുവിന് നമ്മളിന്ന് ശ്രീകൃഷ്ണ ജയന്തി ആയിട്ട് നമ്മൾ അടിപൊളി നല്ല കള്ളകൃഷ്ണൻ്റെ വേഷം നമ്മൾ കെട്ടാൻ പോവുകയാണ്. അപ്പോൾ അവൻ സമ്മതിക്കില്ല. പക്ഷേ അവൻ്റേതായ മൂഡിനനുസരിച്ച് നമ്മൾ സൗകര്യത്തിനനുസരിച്ച് നമ്മൾ അവന് ശ്രീകൃഷ്ണൻ്റെ വേഷം കെട്ടിക്കൊടുക്കാൻ പോവുകയാണ്. എന്നാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് നമ്മുടെ ജിയോ മച്ചാൻ പറഞ്ഞ പോലെ വർക്ക്ഷോപ്പിക്ക് വിട്ടാലോ. മേമ ലൈവായിട്ട് വീഡിയോ കോളിലുണ്ട്. മേമ പറഞ്ഞു മേമ ചേച്ചി ഹായ്, എന്താ വേറെ വിശേഷം, സുഖല്ലേ? മേമ വീഡിയോ കോളിൽ വിളിച്ചിട്ട് കൊച്ചുവിനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മേമ എഴുതുകയാണ്. പുള്ളിക്കാരത്തി 10ാം ക്ലാസ് എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എന്നാ പിന്നെ എഴുതിക്കോളൂ. ഓക്കെ. അപ്പൊ ഇവൻ നോണ്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അവന്റെ കാര്യങ്ങൾ നോക്കട്ടെ കേട്ടോ. ഓക്കെ ഓക്കെ. അപ്പൊ കൊച്ചു ഏയ് തപ്പോട്ടിനി അവിടെ കൈ കട്ടിടി. നീ എന്താടാ വെറുതെ പേടിപ്പിക്കുന്ന കൊച്ചുകുട്ടി? കൊച്ചുകുട്ടി കണ്ണെഴുത്തട്ടെ. അപ്പൊ കണ്ണെഴുതി കൊടുക്കാൻ പോവാണ്. പെണ്ണെ നീ ശ്രീകൃഷ്ണനാടി കൊച്ചുകുട്ടി അച്ഛനും പറഞ്ഞു കഴിഞ്ഞാ മതി കൂടുതലായാലും ബുദ്ധിമുട്ടാണ്. ഇത് എന്ത് മാലയാണ് കൊച്ചുവിന്? അങ്ങനെ തന്നെയാണല്ലോ അല്ലെ. അപ്പൊ കൊച്ചുവിന് മാല ഇപ്പൊ പകുതി കള്ളകൃഷ്ണനായിട്ടാ. അയ്യോ പോയി എന്നാപ്പിച്ചോ. അവൻ എന്തെങ്കിലുമൊക്കെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഓക്കെ കേട്ടോ. കുഴപ്പമില്ല. കൃഷ്ണനൊക്കെ ആയിട്ടുണ്ട് ഏകദേശം. കൃഷ്ണന്റെ അവനൊരു ഏതാണ്ടോ ഒന്ന് കൊടുത്തു കഴിഞ്ഞപ്പോ അവൻ അതിൽ പിടിച്ച് തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. മയിൽപ്പീലി പിടിച്ചോ. ആ ഓടക്കോളിൽ കൊടുക്ക്. എവിടെ ഓടക്കോളിൽ കഴിഞ്ഞാൽ ശരിയായി കേട്ടോ. അപ്പൊ അവൻ അങ്ങനെ ഇരിക്കുന്നുണ്ട്. നീ ഇരിക്കുവോ ഫുള്ളായിട്ട് ഇരിക്കുവോ എന്നുള്ളത് അറിയില്ല. കൃഷ്ണൻ പറഞ്ഞു വിടും. അപ്പൊ കൃഷ്ണന്റെ എല്ലാ പരിപാടിയും ഏകദേശം ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പൊ ഷാളൊക്കെ എടുത്തിട്ടിട്ട് അയ്യോ എങ്ങനെയും ചെടി ഇപ്പൊ കൃഷ്ണൻ. ഇതെന്ത് കൃഷ്ണനാണ്? ഇത് കള്ളകൃഷ്ണനാണ് മടി. അയ്യോ എന്ത് ചിച്ചിന്. അവൻ ഉറക്കം വരുന്നുണ്ട് തോന്നുന്നു. ഏകദേശം ഭക്ഷണമൊക്കെ കഴിച്ചോണ്ടേ അവൻ കൂളൊക്കെ കഴിച്ചിട്ടാണ് ഇപ്പൊ ഇത് സംഭവം തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ചിലപ്പോ ഇനി ഉറക്കം വരുന്നുണ്ടാവും എന്നുള്ളൊരു ലെവലുണ്ട്. കൊച്ചു കൃഷ്ണൻകുട്ടി ആയിരിക്കാണ്. കൃഷ്ണൻകുട്ടിയോ ചിരിക്കടി. നാക്കി നീച്ചടി. വേറൊന്നല്ല ടൈമരെ അവന് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മൾ അവന്റെ ആ മൂഡിൽ നമ്മളിപ്പോ മറ്റേ അവന്റെ വേഷം നമ്മൾ ഡെക്കറേഷൻ ചെയ്തത്. അപ്പൊ ഇനി കുറച്ചു നേരം കൂടി നിന്ന് കഴിഞ്ഞാൽ അവൻ ഏകദേശം നമുക്ക് എല്ലാ ലെവലും ആക്കി തരും. അപ്പൊ കരയും. അപ്പൊ ഇനി നമ്മുടെ കൃഷ്ണന്റെ വേഷം ശരിയായിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഞാൻ ഒന്ന് എടുത്തിട്ട് നോക്കിട്ട് വെളിയിൽ പോയി നോക്കട്ടെ. വാടാമത്തെ നോക്കണം. എവിടെ നോക്കട്ടെ? വാടാമത്തെ വാടാ വെളിയിൽ പോയി. ഇവിടെ കൊച്ചു നല്ല വേഷമൊക്കെ കെട്ടിയിട്ട് നല്ല അടിപൊളി വേഷം കെട്ടി കൃഷ്ണനായിരിക്കുകയാണ്. കൊച്ചു ഹായ് വരടി. ഹായ് അമ്മച്ചിയുടെ അടുത്ത് ഹായ് വരടി. അവൻ കാലും കൊണ്ട് കളം വരച്ച് നിൽക്കുകയാണ്. അവന്റെ മൂഡ് കിട്ടണമെങ്കിൽ നല്ല പണിയാണ് ഏട്ടായിമാരെ. അയ്യോ ഞാൻ വിചാരിച്ചു ആദ്യം അമ്മച്ചിയുടെ അടുത്ത് പറഞ്ഞിട്ട് തനിയെ വീഡിയോ എടുക്കാനാ പറഞ്ഞ. അമ്മച്ചിക്ക് പറ്റില്ല എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നിന്നിട്ട് നടക്കുന്നില്ല. അപ്പൊ അതാണ് അവന്റെ അവസ്ഥ. അപ്പൊ കൊച്ചുകുട്ടി നല്ല വേഷമൊക്കെ കെട്ടിയിട്ട് കൃഷ്ണന്റെ വേഷമൊക്കെ കെട്ടിയിരിക്കുകയാണ്. അപ്പൊ ഞാൻ നിർത്തട്ടെ കൊച്ചു. അവൻ നിർത്തിക്കഴിഞ്ഞ് ഇപ്പൊ ചോദിക്കുക ഇല്ലടി. അപ്പൊ നമ്മള് പൊക്കിക്കോട്ടെ. കൊച്ചിന്റെ വേഷം കാര്യങ്ങളൊക്കെ നമ്മൾ എല്ലാവർക്കും ചേട്ടായിമാർക്കൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ ബൈ, ഞാൻ പോട്ടെ. എനിക്കല്ലെങ്കിൽ സമയം വരും. അമ്മച്ചി പിച്ചടി ഇതടി. അപ്പോൾ കൃഷ്ണൻ നമ്മൾ ചേട്ടായിമാരെ നമ്മൾ കടയ്ക്ക് പോകാൻ നിൽക്കായിരുന്നു. അപ്പോൾ അവൻ വീണ്ടും കിടന്ന് കളിക്കുന്ന തിരക്കാണ് അവനെ. അപ്പോൾ ഇതടി കൊച്ചു പോക്കട്ടെ. പിടിച്ചോ എവിടെ. അവൻ്റെ മൈൻഡ് മൊത്തം മാറിയെന്ന് വെച്ചാൽ അവൻ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ വേഷം കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അവൻ മൊത്തം ഒരു ഇതായിരിക്കും. അപ്പോൾ ഇനി നമ്മൾ കൂടുതൽ വൈകിപ്പിക്കുന്നില്ല. അപ്പോൾ കൊച്ചു അപ്പോൾ ഓക്കെ അല്ലേ? കൊച്ചു ടാറ്റ കൊടുക്കായിരിക്കും. ടാറ്റ കൊടുക്കടി. ടാറ്റ കൊടുക്ക്. അവൻ ടാറ്റ കൊടുത്തു കേട്ടോ.
അവിടെ ടാറ്റ കൊടുത്തേ, എല്ലാവർക്കും ടാറ്റ കൊടുത്തേ, ടാറ്റ കൊടുക്കുക. അവന് നല്ല മൂഡാണെങ്കിൽ അവനെല്ലാം ചെയ്യും, ഇല്ലാത്ത പക്ഷം അവൻ കരയും ഇല്ലേ കൊച്ചു? അപ്പം ശരി.